ഞാനൊരു വീഡിയോ ഉണ്ട്. സാർ അത് കണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ സാറിനെ കാണിക്കാം. വീഡിയോയിലെ കണ്ടൻറ്റ് എന്താണെന്ന് പറയാം. അതിൻ്റെ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ്. കുറേ വിദ്യാർത്ഥികളുമായി പുള്ളി സംവദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിദ്യാർത്ഥികളോട് പറയുന്നു, ഞാൻ പ്രധാനമന്ത്രിയെ വിളിക്കാറുണ്ട്. എൻ്റെ ഫോൺ എടുത്തിട്ട് പറയും സാർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫോൺ എടുക്കുക. ഉടനെ ആളുകൾ കൈയടിക്കുന്നു. ഓ, രാഹുൽ വിളിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ എന്ന് വിളിക്കുന്നു. എന്നിട്ട് അടുത്ത ചോദ്യം രാഹുൽ ഗാന്ധി പറയുന്നു, പ്രധാനമന്ത്രി ചോദിക്കും, ഞാൻ അങ്ങേക്ക് എന്ത് സഹായമാണ് സാർ ചെയ്യേണ്ടത്? അപ്പോൾ വീണ്ടും കൈയടി. എന്നിട്ട് പറയുന്നു, ഞാൻ പക്ഷേ അയാളെ നരേന്ദ്രമോദി എന്നേ വിളിക്കാറുള്ളൂ. कभी उससे बात करता हूं नरेंद्र मोदी से, फोन लगाता हूं, तो जब नरेंद्र मोदी फोन उठाते हैं तो मुझे कहते हैं यस सर, यस सर, यस सर, मैं आपके लिए क्या कर सकता हूं. നോക്കൂ, 75 വയസ്സുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ 57-56 വയസ്സുള്ള ചെറുപ്പക്കാരനെന്ന് സ്വയം ഭാവിക്കുന്ന ഈ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ സർ എന്ന് വിളിക്കുന്നു. അങ്ങേക്ക് ഞാൻ എന്ത് ഉപകാരം ചെയ്യണം, എന്ത് സഹായം ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് അപഹസിക്കുകയാണ്. ഞാൻ പക്ഷേ അയാളെ നരേന്ദ്രമോദി എന്ന് വിളിക്കാറുള്ളൂ. വലുതായത് രാഹുലാണോ മോദിയാണോ? അല്ലെ, ഇതുപോലെ ചെറുതായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ലജ്ജാകരമാണല്ലേ ഈ പ്രസംഗം? ലജ്ജാകരമെന്നല്ല, അല്പത്വം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഇതുപോലുള്ള ഒരു ഭൂലോക അല്പൻ ഈ രാഹുലിനെ പോലെ വേറെ ആരുമില്ല എന്നാണ് തെളിയിച്ചത്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഫോൺ എടുക്കുകയും ആ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന പദവിയെ ആദരിച്ചുകൊണ്ട് സർ എന്ന് സംബോധന ചെയ്യുകയും ചെയ്യും. രാഹുൽജി എന്ന് വിളിക്കാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ രാഹുൽ എന്ന് വിളിക്കാവുന്നേ ഉള്ളൂ. പ്രായം കൊണ്ടല്ലേ? പ്രായം കൊണ്ട്. പക്ഷേ ആ പൊസിഷനെ ബഹുമാനിക്കുകയാണ്. പദവികളെ ആദരിക്കുക എന്ന ശീലമുണ്ട്. അത് ഭാരതീയ സംസ്കാരത്തിലുള്ള ശീലമാണ്. ഒരു ഇറ്റാലിയൻ ബ്ലഡുള്ള ഒരാൾക്കത് പിടികിട്ടില്ല. രാഹുൽ ഗാന്ധി ഒരു ഇറ്റാലിയൻ ബ്ലഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അഭിരമിക്കുകയാണ്. ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. രണ്ട് ഭീകര സംഭവം. ഇറ്റലിയിലെ മുസോളിനിയെ കൊന്നു കഴിഞ്ഞിട്ട് തെരുവിൽ കെട്ടിത്തൂക്കിയിട്ടേക്കാണ് ശരീരം. എന്നിട്ട് പോകുന്നവരും വരുന്നവരും ഒക്കെ ഇയാളെ തല്ലിക്കൊണ്ടു പോകുന്നു ശവശരീരത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷം ചിലർ ഈ മൂത്രം ഒഴിക്കുന്നു ഈ ശവശരീരത്തിൽ. ഇതൊക്കെ ചെയ്യുന്നത് കാരണം അയാളെ അത്രമാത്രം വെറുപ്പ് അത്രമാത്രം ഹീനനായിരുന്നു അയാൾ. അങ്ങനെ വെറുപ്പൊന്നുണ്ടായിരുന്നില്ല, അത് ഹീനനായിരുന്നു അയാൾ എന്നുള്ളതാണ്. അപ്പോൾ അയാൾ നല്ല പ്രേമലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് മുസോളിനി. അതായത് ഈ സെലക്ട് ചെയ്ത പ്രമുഖന്മാരുടെ പ്രേമലേഖനങ്ങളുടെ ഒരു കളക്ഷൻ പണ്ടൊരിക്കൽ പെൻഗ്വിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പെൻഗ്വിൻ ന്യൂ ക്ലാസിക് സീരീസിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. അയാളുടെ പാർട്ടി അല്ലായിരുന്നു ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? അതെ 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 അതെ. അതാണ് പിന്നെ എല്ലാവരും ഫാസിസ്റ്റ്. ഇനി എന്തായാലും ശരിയാണ്, ഇയാളേക്കാൾ വൃത്തികേട് ചെയ്തിരുന്ന ഒരുത്തനാണ് രാവണൻ. ഒരു സംശയവും വേണ്ട. രാവണൻ ഒട്ടും മാന്യനായിരുന്നില്ലല്ലോ, ഒട്ടും മാന്യനായിരുന്നില്ല. കാരണം തൻ്റെ കരുത്തുകൊണ്ട് തൻ്റെ കരുത്താണ് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നിയമം എന്ന് വിശ്വസിച്ച ആളാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് രാമനേക്കാളും മിടുക്കൻ രാവണനാണ്. അല്ല, അത് കാരണം വെച്ചാൽ ഇതൊന്നും വായിക്കുകയില്ല, വായിച്ചാൽ മനസ്സിലാക്കാനും ഇല്ല, മനസ്സിലാക്കിയാൽ തന്നെ കാര്യം പറയാനുള്ള കെൽപ്പില്ലാത്ത ആരെങ്കിലും ആയിരിക്കും അത് പറയുന്നത്. അവർ പറയട്ടെ. കാരണം ഇയാൾ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ മേൽ അധിനിവേശം നടത്തി, ദുർബലരുടെ മേൽ അധിനിവേശം നടത്തി, സമ്പത്തും ബാക്കി സൗകര്യങ്ങളും മുഴുവൻ തൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് താൻ പറയുന്നതാണ് നിയമം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ ലോകത്തിലെ ഏത് ഏകാധിപതിയും ചെയ്യാറുള്ള കാര്യം. ആ ഏകാധിപതിയായിരുന്നു ഇയാൾ. വേറൊരുത്തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു മഹത്തായ കാര്യമല്ലല്ലോ. അത്രയെങ്കിലും രാവണപക്ഷക്കാർ സമ്മതിക്കും എന്ന് ഞാൻ കരുതട്ടെ. കാരണം അതൊരു മഹത്തായ കാര്യമല്ലല്ലോ. പക്ഷെ അയാൾ മരിച്ചു.
യുദ്ധത്തിൽ അയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് അഗ്നിഹോത്രിക്ക് കൊടുക്കേണ്ട ചരമശുശ്രൂഷ കൊടുക്കണം എന്നാണ് രാമൻ പറഞ്ഞത്. ഇതാണ് ഇറ്റലിയും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഒരു പദവി കാരണം അയാൾ അഗ്നിഹോത്രിയായിരുന്നു. മരണത്തോടു കൂടി ഇത് കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാളെ നമ്മൾ മൃതശരീരമാണ്. ആ മൃതശരീരത്തിൻ്റെ അവകാശമുണ്ട്. ആ മൃതശരീരത്തിൻ്റെ അവകാശത്തെ നമ്മൾ ധ്വംസിക്കരുത് എന്ന് പറയുന്നതാണ് രാമൻ്റെ രീതി. ഇറ്റലിയിലെ രീതി ഞാൻ മുസോളിനിയുടെ ജീവിതം പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു ഇറ്റാലിയൻ പൗരനായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക്, ഇറ്റാലിയൻ ബ്ലഡ് ശരീരത്തിൽ ഓടുന്ന രാഹുൽ ഗാന്ധിക്ക് ഭാരതീയ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മഹിതമായ വശങ്ങൾ മനസ്സിലായില്ല. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്കത് മനസ്സിലാകില്ല. ആ സമയത്ത് ഇനി ഇതെങ്ങനെയാണ്, ഒന്ന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നപ്പോഴേ തന്നെ ഇത്രയും വലിയ സംഘടനയൊന്നും ആയിരുന്നില്ല. 1916 ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് വരുന്നത്. കാരണം ഈ ഗാന്ധി ഇവിടെ വന്നതിന് ശേഷം ഗാന്ധി ഇങ്ങനെ നടക്കുകയാണ്, തേരാപ്പാര നടക്കുകയാണ്. സത്യത്തിൽ ഗാന്ധി ആദ്യം തന്നെ ചെയ്തത് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ് ചെയ്തത്. 14 അദ്ദേഹം തിരിച്ചെത്തുന്നത്. 16 അദ്ദേഹത്തിന് ഒരു പബ്ലിക് സ്പേസിലൊരു സ്പീച്ച് നടത്താനുള്ള ഒരവസരം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഫൗണ്ടിങ് ഡേ സെലിബ്രേഷനിലാണ് ആനി ബസൻ്റൊക്കെ പങ്കെടുക്കുന്ന ഭയങ്കരമായ ചടങ്ങിൽ, അന്നത്തെ പ്രമാണിമാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് പ്രസംഗത്തിനുള്ള അവസരം കൊടുത്തു. പ്രസംഗം തടസ്സപ്പെടുത്തി ആനി ബസൻ്റ്. കാരണം വിപ്ലവം പറയുന്നു എന്ന് പറഞ്ഞു ദിസ് കോൺഗ്രസ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ മാസസ് ഓഫ് ഇന്ത്യ എന്നാണ് ആദ്യത്തെ വാചകം. പിന്നെ എന്ത് ചെയ്യും? ഇവരല്ല ഇന്ത്യയിലെ ജനങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇവിടെ പ്രാതിനിധ്യമില്ല, അവരിലേക്ക് ചെല്ലണം. അതിനുശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മാസ് മൂവ്മെൻറ്റായിട്ട് ജനകീയ പ്രസ്ഥാനമായിട്ട് വരുന്നത്. കാരണം ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പ്രാതിനിധ്യമുള്ള സംഘടനയായിരിക്കണം കോൺഗ്രസ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്, നെഹ്റു അല്ല. നെഹ്റുവിൻ്റെ പാരമ്പര്യം തന്നെ അത്ര മഹിതമായിട്ടുള്ളൊരു പാരമ്പര്യമൊന്നും അല്ല എന്നുള്ള കാര്യം നെഹ്റുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കിപ്പോൾ അറിയാം. പഠിച്ചു വരുന്തോറും നമുക്ക് യാതൊരു ബഹുമാനം കുറഞ്ഞു വരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് വരികയും ഇറ്റാലിയൻ ബ്ലഡ് കൂടി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഇറ്റാലിയൻ ബ്ലഡിൻ്റെ യൂറോസെൻട്രിക് കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വികൃതമായ ഒരു ഭാവമാണ് ഈ പ്രസംഗത്തിൽ കണ്ടത്. ഈ പ്രസംഗത്തിൽ നമ്മൾ. പക്ഷേ വേറെ കാര്യമുണ്ട് സാർ, കോൺഗ്രസ്സിൽ ഇപ്പോഴും ഖാർഗെയെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വിവരമുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ, അവർക്ക് വേണ്ട സ്വകാര്യമായിട്ട് ഒരു മെസ്സേജ് അയച്ചെങ്കിലും വളരെ മോശം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കോൺഗ്രസ്സിലുണ്ടാകില്ല. ഈ രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ്സിനെ നശിപ്പിക്കും എന്ന് ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് മാനസികമായിട്ട് മാറുന്നതിന് മുൻപ് കോൺഗ്രസ്സിലെ എല്ലാ സമുന്നതരായ നേതാക്കളോടും പറഞ്ഞതാണ്. എ കെ ആൻ്റണി ഉൾപ്പെടെ പറഞ്ഞത്. നമ്മളതൊരു വീഡിയോ ചെയ്തതാണ്. പക്ഷേ അവരെല്ലാവരും പറഞ്ഞത് ഇതിനകത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ രാഹുൽ ശരിയാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ രാഹുൽ ശരിയാണ് എന്ന് പറയാത്ത ഒരാൾക്കും അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പം രാഹുൽ മാത്രം ശരിയാണെന്ന് പറഞ്ഞാൽ പോലെ പ്രിയങ്കയും ശരിയാണെന്ന് പറയേണ്ടി വരും. രാഹുൽ, പ്രിയങ്ക, സോണിയ ഇവരൊക്കെ ശരിയാണെന്ന് പറഞ്ഞാലേ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തൻ്റെ കുടുംബസ്വത്താണെന്നും തനിക്ക് പൈതൃകമായി കിട്ടിയതാണ് എന്നും ഈ ഇറ്റാലിയൻ ബഫൂൺ വിശ്വസിക്കുന്നുണ്ട്. അതെ, തനിക്ക് അർഹതപ്പെട്ട കസേരയിൽ മോദി കയറിയിരിക്കുന്നു. തനിക്ക് അർഹതപ്പെട്ടാണ് ഇവനോട് ആര് പറഞ്ഞ്? ഇയാളോട് ആര് പറഞ്ഞ്? ധരിച്ചു വച്ചിരിക്കുന്നതാണ് സ്വയം. അല്ല, അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഒരുപക്ഷെ സോണിയാഗാന്ധി പറഞ്ഞു കൊടുത്തു കാണും, ഈ കസേര നിനക്കുള്ളതാണ് മകനെ എന്ന് ആദ്യമേ പറഞ്ഞു കൊടുത്തു കാണും. അന്ന് ഒടുങ്ങി ഇവൻ ഈ കസേര നോക്കിയിരിക്കുകയാണ്. ചെറുതിലെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സഹിക്കവയ്യായികയാണ് ഇയാൾ ആരോട് കാണിച്ചത്? മൻമോഹൻ സിംഗിനോട് കാണിച്ചത്. മൻമോഹൻ സിംഗിനാണെങ്കിൽ ഇതുപോലെ ഒരു വിശ്വസ്തനായ അടിമയെ കിട്ടാനില്ല. റോബോട്ട് പോലെയാണ് നടക്കുന്നത് പോലും. ഒരാൾക്കും മൻമോഹൻ സിംഗിനെ പോലെ വിശ്വസ്തനായ ഒരു അടിമയെ കിട്ടിയിട്ടില്ല. സോണിയാഗാന്ധിക്ക് കിട്ടിയ ഏറ്റവും വിശ്വസ്തനായ അടിമയായിരുന്നു മൻമോഹൻ സിംഗ്. ഒരു അടിമയുടെ എല്ലാ ഭാവഹാവാദികളോടും കൂടി സോണിയാഗാന്ധിയെയും ആ പരിവാരിനെ, ആ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി സദാ ഇറങ്ങിത്തിരിച്ച ഒരാളാണ്.
അയാളെപ്പോലും അധിക്ഷേപിച്ചു. അയാൾ അധിക്ഷേപിച്ചതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ താനിരിക്കേണ്ട കസേരയിൽ ഇവൻ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ ആര് വന്നിരുന്നാലും അവരെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഈ ഒരു അല്പൻ എന്നല്ലാണ്ട് അയാളെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഈ അല്പൻ്റെ സ്വഭാവമാണ്. അതാണ് അല്പൻ എന്ന് പറയുന്നത്. അല്പത്തരം. നമ്മുടെ ഇത് കണ്ടിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വളരെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് സാർ എന്ന് വിളിക്കുന്നതും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വി ഡി സതീശൻ കമ്പാരിറ്റീവ്ലി വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് അദ്ദേഹത്തെ ബഹുമാനിക്കണ്ടേ? തീർച്ചയായിട്ടും. അദ്ദേഹത്തെ ഫോൺ ചെയ്തുകൊണ്ട് എടേയ് സതീശ എന്ന് ആരെങ്കിലും വിളിക്കുമോ? വിളിക്കില്ലല്ലോ. എത്ര സൗഹൃദം ഉണ്ടെങ്കിലും സാറിനല്ലേ വിളിക്കുള്ളൂ. സാറിനല്ലേ വിളിക്കുള്ളൂ. ആരും സാറിന്ന് വിളിച്ചു കേൾക്കാത്ത ഒരാളെ ഞാൻ കണ്ടേക്കണ ആരാണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ആയിരുന്നു. ഉമ്മൻചാണ്ടിയെ കൊച്ചു കുഞ്ഞും ഉമ്മൻചാണ്ടി എന്നാണ് വിളിക്കണം. ഉമ്മൻചാണ്ടിക്ക് അത് ഇഷ്ടമായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ കരുണാകരൻ സാറിനല്ലേ വിളിക്കുന്നത്. അച്യുതാനന്ദൻ സാറിനല്ലേ വിളിക്കുന്നത്. ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടല്ല, ഒരു ബഹുമതിയാണ്. അല്ല, അതൊരു ബഹുമതിയല്ല, ഒരു പദവിയാണ്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ജി എന്നെങ്കിലും വിളിക്കണം. അല്ല, പദവിയല്ലേ. അതെ അതെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു പദവിയാണ്. ആ പദവിയിലിരിക്കൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി വിളിച്ചു കഴിയുമ്പോൾ ഫോൺ എടുത്തിട്ട് സാർ ഞാൻ അങ്ങേക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാനതൊന്നുമല്ല, ഞാൻ നരേന്ദ്രമോദിനെ വിളിക്കുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ആ അല്പത്വം ഉണ്ടല്ല. ബുദ്ധിയുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ആത്മാഭിമാനവും അന്തസ്സുമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ ആ കോൺഗ്രസ്സുകാരെ ഈ അല്പനോട് പറഞ്ഞു കൊടുത്തിട്ട് തിരുത്തിക്കാൻ തയ്യാറാണ്. ഉള്ള പണി കളയാനാ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പോകുമ്പോൾ കോൺഗ്രസ്. പക്ഷെ എന്നാലും ഈ എന്തല പോണാൽ പോട്ടും ബലേ ബേഷെന്ന് പണ്ടൊരുത്തം പറഞ്ഞില്ലേ, കേട്ടിട്ടുണ്ടോ അത്? ഇല്ല. അതായത് ഒരു ചക്രവർത്തി സംഗീതം ആസ്വാദകനായിരുന്നു. അപ്പോൾ റിയൽ സംഗീത ആസ്വാദകരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ശ്രമം നടത്തി. ചക്രവർത്തി സംഗീത ആസ്വാദകനായതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ബലേ ബേഷെന്ന് കച്ചേരി നടക്കുമ്പോൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഇയാൾക്കൊരു സംശയം വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചക്രവർത്തി പറഞ്ഞ് ഒറ്റ ആൾ ബലേ ബേഷെന്ന് പറയരുത്, കച്ചേരി ഗംഭീര കച്ചേരി. അപ്പോൾ ബലേ ബേഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തല എടുക്കുമെന്ന് പറഞ്ഞു. കച്ചേരി ഇങ്ങനെ കേട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും റിയൽ ആസ്വാദകൻ പറഞ്ഞ് എന്തല പോണാൽ പോട്ടും ബലേ ബേഷ് എന്ന് പറഞ്ഞു. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആസ്വാദകൻ എന്ന് കണ്ടെത്തി. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ അല്പന ഉണ്ടായിരുന്നു, ആ ആള് ഇറങ്ങി പോകുന്നത് ഇതാ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഈ അല്പന തിരുത്തണം എന്ന് പറയണം. കാരണം ഇതൊരു മര്യാദകേടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബത്ത് ജനിച്ച ഒരാൾക്ക്. അതാണ് ഞാൻ ചോദിക്കുന്നത്. സാർ ഇങ്ങനെ ഇറ്റലി വഴിയൊക്കെ പോയി മുസോളിനിയുടെ കഥയൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുക, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറക്കണം എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. അത് പറയേണ്ട സാറിന് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് പറയാം. ഓക്കെ.